തെക്കൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നലെ ഞാൻ പച്ചരി കൊണ്ട് കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയില്ലേ, കുറച്ച് ചിക്കനൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിൽ കുറച്ച് ചിക്കൻ പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്ന് ഇതാ ഉരുളക്കിഴങ്ങും പിന്നെ ഇതാണ്ടല്ലോ കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു കറി വയ്ക്കാനാണ്. അപ്പോൾ ചിക്കൻ അതിൽ കുറച്ചേ ഉള്ളൂ, ഇതാ ഇത്രയുണ്ട് കേട്ടോ ചിക്കൻ. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ടൊരു കറി വയ്ക്കാനാണ് കേട്ടോ. ഒട്ടും വയ്യ, ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ചുമ കാരണം. പനിയൊന്നുമില്ല, ജലദോഷമൊക്കെ മാറി, ചുമ മാറുന്നതേ ഇല്ല കേട്ടോ. നമ്മൾ രാത്രി കിടന്ന് കഴിഞ്ഞതും ഇങ്ങനെ തൊണ്ടയിൽ വന്ന് മുള്ളു കുത്തുന്ന പോലെ വന്ന് കുത്തുക. അങ്ങനെ തൊണ്ടയിൽ വന്നിട്ട് ഇങ്ങനെ നിറയെ മുള്ളു വന്ന് കുത്തി അങ്ങനെ ഉണ്ടാവും നമ്മുടെ തൊണ്ടക്കുഴിയിൽ. അതുപോലെ കേട്ടോ ചുമച്ചു എണിച്ചു തുപ്പാനോടി അങ്ങനെ ആയി പിന്നെ രാത്രി എണീറ്റ് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൽ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേനും കൂടി ഒഴിച്ചിട്ട് ചൂട്ടോടെ കുടിക്കും. അപ്പോൾ ഒരു കുറച്ച് സമാധാനം കിട്ടും. വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ അത് തുടങ്ങിയിട്ടാ. അപ്പോൾ ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ചുമയുണ്ടായിട്ട് രാത്രി 1 മണിയൊക്കെ ആയി ഞാനും ഒക്കെയും കൂടി ഹോസ്പിറ്റലിൽ പോയി. പക്ഷെ ഇന്ന് എനിക്ക് അതുപോലെയൊന്നും പറ്റിയില്ല കേട്ടോ, പോകാനൊന്നും പറ്റിയില്ല. കാരണം പറഞ്ഞാൽ ഇവിടെ കുട്ടികൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഉമ്മയില്ലല്ലോ. അന്ന് ഇവിടെ ഉമ്മയുള്ളത് കൊണ്ട് ധൈര്യമായിട്ട് പോയി. ഇന്ന് ഉമ്മയില്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും പോയൊന്നുമില്ല. ഇപ്പോഴും നല്ല തൊണ്ടവേദനയൊക്കെ ഉണ്ട്. രാത്രി ആകുമ്പോഴാണ് ഓവർ. ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് വായൊക്കെ കൊലിക്കുഴിയുന്നുണ്ട്. ഒന്നുമില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം. ചുമച്ച് ഛർദ്ദിച്ച് ലാസ്റ്റ് തൊണ്ട പൊട്ടി ചോര വന്നോട്ടാ, ആ രീതിയിലായി. ഇത് ഞാനൊരു 3:30 ഇട്ട് അക്ക പോകുമ്പോൾ അക്കാക്ക് കട്ടൻ ചായ ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം 3:30 അരച്ച് വെച്ചതാണ്. ഒരു 3.5 ഗ്ലാസ് പച്ചരി, 1 പിടി ചോറ്, 1 പിടി തേങ്ങ, കൈക്ക് ഇങ്ങനെ കേട്ടോ. 1 പിടി ചോറ്, 1 പിടി തേങ്ങ, പിന്നെ കുറച്ച് തേങ്ങാ വെള്ളം, പിന്നെ അതുപോലെ 1 സ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂൺ പഞ്ചസാര ഒക്കെ കൂടി ഇട്ടിട്ട് അരച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിന് നേരത്തെ പൊന്തി വരേണ്ടതാണ്. മാവ് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഇപ്പം മെല്ലെ പൊന്തി വന്നിട്ടേ ഉള്ളൂ. വെള്ളപ്പം ഉണ്ടാക്കാനാണ്. അപ്പോൾ എന്തായാലും ഇനി കോഴിക്കറിയൊക്കെ വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ മാവ് അധികം പൊന്തിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ തണുപ്പല്ലേ, തണുപ്പായതുകൊണ്ട് അധികം മാവ് അങ്ങനെ പൊന്തൊന്നുമില്ല. പിന്നെ തക്കാളി, സബോള, കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ് അവിടെ നിന്ന് എടുക്കണം. അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. പിന്നെ തേങ്ങയൊക്കെ ഇന്നലെ ചിരകി വെച്ചാണ്. തേങ്ങ ഇളമ്പ് തേങ്ങയാണ് കേട്ടോ, നമ്മൾ പൈസ കൊടുത്തിട്ട് കടയിൽ നിന്ന് തന്നെ മേടിക്കുന്നത്. എന്നാലും തേങ്ങ ഇപ്പോൾ മേടിക്കുന്നത് അധികം മൂപ്പാവണേ ഇല്ല കേട്ടോ, നല്ല ഇളമ്പ് തേങ്ങ തന്നെയാണ് കിട്ടുന്നത്. ഇന്നലെ രാത്രി തന്നെ ഒക്കെ ചിരണ്ടി വെച്ചതാണ് കേട്ടോ. തേങ്ങയൊക്കെ ചിരകട്ടെ. മൊബൈലിൽ ആ 5% ചാർജ് ഉള്ളൂ കേട്ടോ, പിന്നെ ഫോണിൽ ചാർജിലിടണം. അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. നമുക്ക് കൂട്ടാൻ വയ്ക്കാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ അത് ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. മല്ലിയിലയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദിലിനോട് കുറച്ച് ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറഞ്ഞാണ്, പൊട്ടിത്തെറിച്ച് നമുക്ക് ആ പണി കിട്ടും. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില എടുക്കാൻ മറന്നു കേട്ടോ. അതിലെ ആ വീഡിയോ ഒന്ന് കട്ട് ചെയ്തിട്ട് കറിവേപ്പില എടുത്തിട്ട് വാ. കറിവേപ്പിലയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എന്നും പറഞ്ഞാൽ നമുക്കിതൊക്കെ വീഡിയോ ഇടാൻ കഴിയുള്ളൂ. നമ്മുടെ വീട്ടിൽ എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ അത് വീഡിയോ ഇടുക. പുകയണമല്ലോ. അപ്പം അതേ എനിക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കരുതുമോ എന്നും ഈ ചോറും കറിയും ചിക്കൻ കറിയും മീൻ കറിയും ഉപ്പേരിയും അങ്ങനെ കത്താണ്ടായപ്പോൾ ഞാനൊന്ന് തീയൊക്കെ ഒന്ന് കത്തിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും കത്തി. തീ പിടിച്ച് കിട്ടണ വരെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് കത്തിക്കോളും കേട്ടോ. അപ്പോൾ കുറച്ച് അതിൽ ഉപ്പെടുക്ക് ഒന്ന് മദ്രസ ചെയ്ത് ചോറ് പോവാണ് കേട്ടോ. അതുകൊണ്ട് മോളൊന്നും എണിച്ചിട്ടൊന്നുമില്ല. തുറക്ക്, മോൾ എണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അവൾ നല്ല ഉറക്കമാണ്. അപ്പോൾ ആദിലാണ് കൂടെ എണിച്ചിട്ട് എനിക്ക് എല്ലാം ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വഴറ്റുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ഗ്യാസിൽ വെള്ളപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. 3-4 വെള്ളപ്പമൊക്കെ ചുട്ടെടുത്തു കേട്ടോ.
ആ ബസ് കയറ്റാൻ നോക്ക് പോയിട്ടിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്കതിന് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചാറ് കുറച്ച് നീട്ടി വെക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ വെച്ചാൽ കറി നല്ല ആവശ്യമാണ് കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അപ്പോൾ അതും ഒരു 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് കുറച്ച് ഇവിടെ പൊടിച്ച് വെച്ച ഗരം മസാലയാണ് കേട്ടോ. ചിക്കൻ മസാല ഇടുകയാണെങ്കിൽ ഞാനിവിടെ പൊടിച്ച ഗരം മസാല ഇടും. ചട്ടി നല്ലോണം ചൂടായി, അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുകൊണ്ട് ഇറക്കി എടുത്തു. ചൂട് ചൂട് ചട്ടി ചൂട്. ആ കൈ പൊള്ളും, കൈ പൊള്ളും. കുറച്ച് ചിക്കൻ മസാലയുടെ പൊടി ഇടാം കേട്ടോ. 10 രൂപേൻ്റെ പാക്കറ്റാണ്, മുഴുവൻ ഇടുന്നില്ല, കുറച്ച് മതി. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കിഴങ്ങും ഉപ്പും ഇട്ട് കൊടുക്കുക. അതൊരു പകുതി വേവ് ആകുന്ന സമയത്ത് കുമ്പളങ്ങി ഇട്ട് കൊടുത്താൽ മതി. നല്ല മൂക്കാത്ത പിഞ്ച് കുമ്പളങ്ങിയാണ് കേട്ടോ. അപ്പോൾ അത് ഇപ്പം തന്നെ ഇടണ്ട, മെല്ലെ ഇട്ട് കൊടുത്താൽ മതി. അതൊരു പകുതി വേവൊക്കെയായി. നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. കുമ്പളങ്ങ കുറച്ച് വലുതായിട്ടാണ് മുറിച്ച് വെച്ചിട്ടൊക്കെ ഉള്ളത്. ഇട്ട് കൊടുത്ത് കുമ്പളങ്ങ വെന്ത് കഴിഞ്ഞത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ ഒഴിച്ചുവിട്ടാ കറിയിൽ. ആ സമയം ഫോൺ വന്നിരുന്നു, ഫോണിൽ സംസാരിക്കുമായിരുന്നു. തേങ്ങയൊക്കെ ഒഴിച്ചു. കുമ്പളങ്ങ, ചിക്കൻ, ഉരുളക്കിഴങ്ങ് എല്ലാം അടിപൊളി സെറ്റായി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ എനിക്കിനി വേഗം കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്കും പാലെടുക്കാനൊക്കെ പോകണം. അപ്പോൾ ഒന്ന് നല്ല കാറ്റുള്ള സമയമാണ്, പെട്ടെന്ന് പോയി പാലെടുക്കണം, അല്ലെങ്കിൽ പാലൊക്കെ പാടയായി പോകും. അപ്പോൾ മക്കൾക്കൊക്കെ കഴിക്കാൻ കൊടുത്തു. അപ്പോൾ ഞാനും കഴിക്കട്ടെ. എനിക്ക് ഈ കറിയിൽ ഈ കുമ്പളങ്ങ നല്ല ഇഷ്ടമാണ് കേട്ടോ. കുമ്പളങ്ങ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ അടുക്കള വിശേഷമെല്ലാം കഴിഞ്ഞു, പാചക വിശേഷമെല്ലാം കഴിഞ്ഞു. തുണികളൊക്കെ മെഷീനിൽ കഴുകിയെടുത്തു. അപ്പോൾ ഞാൻ ബസ് വരുമ്പോഴേക്കും അതൊക്കെ ഒന്ന് അയലിൽ ഉണക്കാനിടുക കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റി ബസ്സിനുള്ള പൈസയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ തുണികളൊക്കെ അയലിൽ വിരിച്ചിരുന്നത്. സൗണ്ട് കേട്ടതും ബസ്സിൻ്റെ ഹോണടി കേട്ടതും ഇറങ്ങി ഓടാന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇന്നാൾ പറഞ്ഞു മണ്ണാർക്കാട് ഒരു യാത്ര പോകുകയാണെന്ന്. അന്ന് ഞങ്ങൾക്കത് പോകാൻ കഴിഞ്ഞില്ല കേട്ടോ, പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് പോകുന്നത്. മണ്ണാർക്കാടല്ല, ചെറുപ്പുളശ്ശേരിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇടാം കേട്ടോ. അപ്പോൾ അതെന്താ കാര്യം എന്നൊക്കെ നാളെ പറയാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനി തുണികളൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇനി പാലെടുക്കാനൊക്കെ പോവുകയാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ചതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.